ഓക്കെ, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. സയൻസിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. പുതുമയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. USS എക്സാമിന് ചോദിച്ചതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ മേജർ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ഫിഗസ്, യൂറിൻ, സ്വെറ്റ്, യൂറിയ. മേജർ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഈസ് യൂറിയ. ആൻസർ യൂറിയ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദ ഗ്യാസ് ദാറ്റ് നെവർ കോസ് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ ഉണ്ടാക്കാത്തത് ഏതാണ്? നെവർ കോസസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ നോക്കാം. കാർബൺ മോണോക്സൈഡ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, നൈട്രിക് ഓക്സൈഡ് ഉണ്ട്, സൾഫർ ഡയോക്സൈഡും ഉണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ആകെ കൺഫ്യൂഷൻ ആവും. കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തോന്നും കാർബൺ മോണോക്സൈഡ് പൊല്യൂട്ടൻ്റ് ആണ്, കാർബൺ ഡയോക്സൈഡും പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, സൾഫർ ഡയോക്സൈഡും പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലില്ലാത്തത് നൈട്രിക് ഓക്സൈഡ് അല്ലേ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരും. എന്നാൽ ആൻസർ നൈട്രിക് ഓക്സൈഡ് അല്ല, പകരം എന്താണ്? കാർബൺ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും നൈട്രിക് ഓക്സൈഡും എന്തുണ്ടാക്കുന്നുണ്ട്? ആസിഡ് റെയിനിന് കാരണമാകുന്നുണ്ട്. എന്നാൽ കാർബൺ മോണോക്സൈഡ് ആണ് തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ. കാർബൺ മോണോക്സൈഡ്, ദ ഗ്യാസ് ദാറ്റ് നെവർ കോസസ് ആസിഡ് റെയിൻ, കാർബൺ മോണോക്സൈഡ്. കം ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ മെയിൻ പോയിസണസ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ടൊബാക്കോ. അല്ലേ, പുകവലിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഏതാണ് ടൊബാക്കോയിലുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. കാഫേൻ, DDT, നിക്കോട്ടിൻ, ആഴ്സനിക്. ഓപ്ഷൻസ് നോക്കാം. കാഫേൻ, DDT, നിക്കോട്ടിൻ ആൻഡ് ആഴ്സനിക്. ടൊബാക്കോയിലുള്ളത് ഏതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഈസ് നിക്കോട്ടിൻ. കറക്റ്റ് ആൻസർ ഈസ് നിക്കോട്ടിൻ. നിക്കോട്ടിൻ ആണ് എഴുതി വയ്ക്കുക. ഓക്കെ, കം ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The boiling point of water. The boiling point of water. The boiling point of water. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ബോയിലിംഗ് പോയിന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബോയിലിംഗ് പോയിന്റ് ഏതിൻ്റെയാ? വാട്ടറിൻ്റെയാണ്. 50 ഡിഗ്രി സെൽഷ്യസ് അല്ല, അത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി എന്താ നോക്കാം. 32 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ല, 100 ഡിഗ്രി സെൽഷ്യസ് അല്ല, 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതുമല്ല. ദ കറക്റ്റ് ആൻസർ ഈസ് 212 ഡിഗ്രി സെൽഷ്യസ്. 212 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റ് ആൻസർ. നോട്ട് ചെയ്ത് വെക്കാം. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് അല്ല കേട്ടോ, ഡിഗ്രി ഫാരൻഹീറ്റ് ഓർത്ത് വെക്കാം. ഓക്കെ, കം ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ടർ ഹാസ് ഹൈ ഡെൻസിറ്റി. വാട്ടർ ഹാസ് ഹൈ ഡെൻസിറ്റി അറ്റ്. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുള്ളത്. 0 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ഹൈ ഡെൻസിറ്റി ഉള്ളത് 0 ഡിഗ്രി സെൽഷ്യസിലാണോ 100 ഡിഗ്രി സെൽഷ്യസിലാണോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. കാരണം 100 ഡിഗ്രി സെൽഷ്യസിലും അല്ല, അതേപോലെ തന്നെ 0 ഡിഗ്രി സെൽഷ്യസിലല്ല. ദ കറക്റ്റ് ആൻസർ ഈസ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ ഹാസ് ഹൈ ഡെൻസിറ്റി. വാട്ടറിന് ഹൈ ഡെൻസിറ്റി ഉള്ളത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി. നോർമൽ ബോഡി ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 40.6 ഡിഗ്രി ഫാരൻഹീറ്റ്, 37 ഡിഗ്രി ഫാരൻഹീറ്റ്, 50 ഡിഗ്രി ഫാരൻഹീറ്റ്, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. എല്ലാം നമുക്ക് ഫാരൻഹീറ്റിലാണ് തന്നിട്ടുള്ളത്. ഈ തന്നിട്ടുള്ളതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, പഴയ ക്ലാസ്സിൽ നമ്മൾ അത് ഡിഗ്രി സെൽഷ്യസിൽ എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ദ കറക്റ്റ് ആൻസർ ഈസ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 98.6 degree Fahrenheit ആണ് the correct answer. The normal body temperature of human body is 98.6 degree Fahrenheit. Okay,
Come to the next question. Land breeze is formed during A, rainy season, B, during summer season, C, at night, and D, on daytime. ലാൻഡ് ബ്രീസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അല്ലേ. ലാൻഡ് ബ്രീസ് ഈസ് ഫോംഡ് ഡ്യൂറിങ്, ഏത് സമയത്താണ് ലാൻഡ് ബ്രീസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് കറക്റ്റ് ആൻസർ ഡ്യൂറിങ് റൈനി സീസൺ അല്ല, ഡ്യൂറിങ് സമ്മർ സീസൺ അല്ല, ഓൺ ഡേ ടൈം അല്ല, അറ്റ് നൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. അറ്റ് നൈറ്റ്. ലാൻഡ് ബ്രീസ് ഈസ് ഫോംഡ് അറ്റ് നൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല സമയത്തും. എനിക്ക് തോന്നുന്നു നമ്മളെ ഫസ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇൻ ജോണ്ടിസ് പേഷ്യൻസ്, മഞ്ഞപ്പിത്തമാണ്, ജോണ്ടിസ് പേഷ്യൻസ്, വിച്ച് പിഗ്മെന്റ് കോസ് യെല്ലോയിങ് ഓഫ് ദി ഐ, സ്കിൻ ആൻഡ് യൂറിയ. കണ്ണിനും അതുപോലെ തന്നെ തൊലിക്കും യൂറിനുമെല്ലാം യെല്ലോയിഷ് കളർ വരാൻ കാരണം എന്താണ് ജോണ്ടിസ് ഉള്ള പേഷ്യൻസിൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഹീമോഗ്ലോബിൻ, മെലാനിൻ, റോഡോസ്പിൻ, ബിലിറൂബിൻ. ഇങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ്. കൺഫ്യൂഷൻ ആവാൻ ഇത്ര മതി അല്ലേ? 3 ഓപ്ഷൻസ്: ഹീമോഗ്ലോബിൻ, മെലാനിൻ, റോഡോപ്സിൻ ആൻഡ് ബിലിറൂബിൻ. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ജോണ്ടിസ് ഉണ്ടാകുന്ന സമയത്ത് കണ്ണിനും ത്വക്കിനും അതുപോലെ തന്നെ യൂറിനുമെല്ലാം യെല്ലോയിഷ് കളർ കാണാനുള്ള കാരണം ബിലിറൂബിൻ എന്നിട്ടുള്ള പിഗ്മെന്റ് ആണ്. ബിലിറൂബിൻ. ആൻസർ ബിലിറൂബിൻ ആണ് കറക്റ്റ് ആൻസർ. നോട്ട് ചെയ്ത് വെക്കണം, ബിലിറൂബിൻ. ഓക്കെ, ബിലിറൂബിൻ. ഓക്കെ, ക്വസ്റ്റ്യൻ സയൻസിലാണ്. പക്ഷേ ഒരു GK ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കമ്പയർ ചെയ്യാം. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ മാർച്ച് 16 തൊട്ടടുത്ത്, നമ്മുടെ പരീക്ഷയുടെ തൊട്ടടുത്ത് മാസത്തിൽ നടന്ന ഒരു കാര്യമാണ്. മാർച്ച് 16 അല്ലേ? മാർച്ച് 16 ഈസ് ഒബ്സർവ്ഡ് ആസ് ഏത് ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് എ ഓപ്ഷൻ നോക്കാം, നാഷണൽ എനർജി കൺസർവേഷൻ ഡേ, ബി നാഷണൽ വാക്സിനേഷൻ ഡേ, സി നാഷണൽ സയൻസ് ഡേ, നാഷണൽ പൊല്യൂഷൻ പ്രിവെൻഷൻ ഡേ. അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എല്ലാം ദേശീയമാണ്, എല്ലാം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ആണോ, നാഷണൽ സയൻസ് ഡേ ആണോ, നാഷണൽ പൊല്യൂഷൻ പ്രിവെൻഷൻ ഡേ ആണോ, അതോ നാഷണൽ വാക്സിനേഷൻ ഡേ ആണോ എന്നുള്ള അങ്ങനത്തെ ഒരു ഡൗട്ട് വരാൻ വളരെ അധികം സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മാർച്ച് 16. പക്ഷേ ഓർത്ത് വയ്ക്കുക, മാർച്ച് 16 എന്ന് പറയുന്നത് മാർച്ച് 16 എന്ന് പറയുന്നത് നാഷണൽ വാക്സിനേഷൻ ഡേ ആണ്. ഏത് മാർച്ച് 16. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഏത് വരുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇറ്റ് അബ്സോർബ്സ് water and salt from the host plant and makes its own food. Which of the following is correct for this statement? എന്താണ്? വാട്ടറും അതുപോലെ തന്നെ സോൾട്ടും എന്ത് ചെയ്യണം, ഹോസ്റ്റ് പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് their own ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ളത് കസ്കട്ട, മഷ്റൂം, ലൊറാന്തസ്, വാൻഡ. ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ലൊറാന്തസ്. ഓപ്ഷൻ സി ലൊറാന്തസ് ആണ് കറക്റ്റ് ആൻസർ. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു GK ക്വസ്റ്റ്യൻ ആക്കിയിട്ട് വരാം അല്ലേ, ജനറൽ നോളേജ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. നമ്മൾ പക്ഷേ ഒരു സ്പേസ് റിസർച്ച് ഏജൻസി ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. വിച്ച് സ്പേസ് റിസർച്ച് ഏജൻസി ഓഫ് യൂറോപ്പ്, താഴെ തന്നിരിക്കുന്നത് ഏതാണ് യൂറോപ്പിൻ്റെ, അതാണ് ക്വസ്റ്റ്യനിലെ പ്രത്യേകത കേട്ടോ. യൂറോപ്പിൻ്റെ സ്പേസ് റിസർച്ച് ഏജൻസി ഏതാണ്? ISRO ആണോ? അത് ഇന്ത്യയുടേതല്ലേ ISRO. നാസ അല്ല. ESA ആണോ RSA ആണോ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ യൂറോപ്യൻ സ്പേസ് ഏജൻസി, അതാണ് ESA ആണ് കറക്റ്റ് ആൻസർ. നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ,
സോ അനദർ വൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിറ്റാമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി കറക്റ്റ് പെയർ. ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് കറക്റ്റ് പെയർ ആണോ തന്നിട്ടുള്ളത് അതോ ഇൻകറക്റ്റ് പെയർ ആണോ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കണം കേട്ടോ. കറക്റ്റ് പെയർ ആണോ അതോ ഇൻകറക്റ്റ് പെയർ ആണോ എന്ന് നോക്കണം. ഇവിടെ കറക്റ്റ് പെയർ ആണ് ചോദിച്ചിട്ടുള്ളത്. വിറ്റാമിൻ സി റിക്കറ്റ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, സ്കർവി ആണ്. വിറ്റാമിൻ സി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാണ്? സ്കർവി ആയിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. വിറ്റാമിൻ ഡി നൈറ്റ് ബ്ലൈൻഡ്നെസ് തന്നിട്ടുണ്ട്. വിറ്റാമിൻ എ സ്കർവി തന്നിട്ടുണ്ട്. വിറ്റാമിൻ ബി മൗത്ത് സോഴ്സ് എന്നും തന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്കൊരു ആൻസേഴ്സ് കിട്ടും. വിറ്റാമിൻ സി ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് സ്കർവിയുമായി ബന്ധപ്പെട്ടതാണ്. വിറ്റാമിൻ ഡി ആണെങ്കിൽ അത് റിക്കറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിറ്റാമിൻ എ ആണെങ്കിൽ അത് നൈറ്റ് ബ്ലൈൻഡ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ ആ 3 ഓപ്ഷനും എന്താണ്? തെറ്റാണ്. അത് 3ഉം എന്താണ്? ഇൻകറക്റ്റ് പെയർ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് പെയർ ഏതാണെന്നാണ്. അതിൻ്റെ ആൻസർ ഏതാണ്? വിറ്റാമിൻ ബി മൗത്ത് സോഴ്സ്. ആൻസർ ഡി, ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. വിറ്റാമിൻ ബി മൗത്ത് സോഴ്സ് ആണ് ഏത് വരുന്നത്? കറക്റ്റ് പെയർ ആയിട്ട് വരുന്നത്. ഓക്കെ, കം ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ്, നേരത്തെ കറക്റ്റ് പെയറാ ചോദിച്ചു തരുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു കറക്റ്റ് പെയർ ആണോ അതോ ഇൻകറക്റ്റ് പെയർ ആണോ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ നോക്കി നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് പെയർ എന്നാ ചോദിച്ചിട്ടുള്ളത്. തെറ്റായത് ഏതാണ്? തെറ്റായ പെയർ, തെറ്റായ ജോഡി ഏതാണെന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് പെയർ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബയോപ്സി ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ. ശരിയാണ്, ബയോപ്സി തന്നെയാണ് ഡയഗ്നോസിസ് ഓഫ് ക്യാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ECG ഡയഗ്നോസിസ് ഓഫ് ഹേർട്ട് ഡിസീസസ്, ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? സാധാരണ ECG ആണ്. ECG, അപ്പോൾ അതും കറക്റ്റാണ്. എൻഡോസ്കോപ്പി ഡൈജഷൻ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം, ദഹന പ്രക്രിയയ്ക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? എൻഡോസ്കോപ്പി വെച്ചിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ അതും ശരിയാണ്. എന്നാൽ നോക്കുക, നമുക്ക് ഫെമിലിയർ ആണ് ഇപ്പോൾ RT-PCR എന്ന് പറയുന്ന ടെസ്റ്റ്. RT-PCR ഷിഗല്ലയുടെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണോ? അല്ല, ഷിഗല്ലയുടെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടല്ല RT-PCR ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ തന്നിട്ടുള്ള ഫാൾസ് പെയർ ഏതാണ് ചോദിച്ചാൽ RT-PCR ആണ് തെറ്റായിട്ടുള്ളത്. അതുകൊണ്ട് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ഏത് വരുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, വളരെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് നേടുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.